വേണ്ട അച്ഛാ, വന്ദന അവിടെ എന്നെ കാണാതെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കാണും. ഞാൻ ഇറങ്ങട്ടെ. അതെ, നിന്റെ അമ്മ നിന്റെ കയ്യിൽ തന്നുവിടാനായിട്ട് അവിടെ എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും എന്റെ മോൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അതും കൊണ്ട് അങ്ങോട്ട് പോയാ മതി. അല്ലെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നം ഇവിടെ നടക്കും. അറിയാലോ അവളുടെ സ്വഭാവം. അച്ഛാ, അത് ഏതായാലും താമസിച്ചില്ലേ, ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. നോക്കിയിരിക്കാതെ ജഗ, ഇനി അത് മതി. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. അച്ഛൻ പറഞ്ഞ പ്രിന്റ് എവിടെ? എന്തായാലും പ്രിന്റിനുള്ള വഴി നോക്കാം. ഇതെനിക്ക് നിസാരം. വല്ല ഫയലും മിസ്സായ കൊല്ലും ഞാൻ. അയ്യോ, എല്ലാം ഡിലീറ്റ് ആയി പോയി. അവിടെ ഇരിക്കട്ടെ. അയ്യോ, വന്ദനേച്ചി, 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 ചേച്ചി, വന്ദനേച്ചി, വന്ദനേച്ചി, എന്താ പറ്റി? ചേച്ചി, എന്താ പറ്റിയെന്ന്? ചേച്ചി, കഥ ഓർക്ക്. വന്ദനേച്ചി, ഒന്ന് തുറന്നേ. ചേച്ചി, വന്ദനേച്ചി, വന്ദനേച്ചി, ചേച്ചി, വന്ദനേച്ചി, വന്ദനേച്ചി, ചേച്ചി, എന്താ പറ്റിയ? ചേച്ചി, കണ്ണോർക്ക്. ചേച്ചി, വന്ദനേച്ചി, വന്ദനേച്ചി, ചേച്ചി, കണ്ണോർക്ക്. അയ്യോ ചേച്ചി, അയ്യോ വന്ദനേച്ചി. എന്താ എന്തു ചെയ്യരുതേ? എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ? ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. വന്ദനേച്ചി, എനിക്ക് വന്ദനേച്ചി കാണണം മനോജ്. ഹരിതേ, നേരെ ഒന്നും വെളുത്തിട്ടില്ല. നീ ഒന്ന് കിടന്നുറങ്ങ്. എനിക്ക് വന്ദനേച്ചി കാണണം മനോജ്. അതിനെന്താ, കാണാലോ. നേരെ ഒന്ന് വെളുക്കട്ടെ. നീ ഇപ്പൊ ഒന്ന് കിടന്നുറങ്ങ്. എടി, 5 മണി ആയതല്ലേ ഉള്ളൂ. നീ ഒന്ന് കിടക്ക്. ആ, വാ, കിടക്ക്.